നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? മേപ്പാടി മാരിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഞങ്ങളുടെ ചെയർപേഴ്സൺ ഉണ്ട്. ഇപ്പം ഒരു വലിയ ശ്രേഷ്ഠമായ ചടങ്ങായിട്ടാണ് കരുതുന്നത്. കാരണം എല്ലാ മതത്തിന്റെയും വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ഈ ഒരു നിമിഷത്തിൽ അവർക്ക് ഏറ്റവും ഉദാത്തമായ നിലയിലുള്ള ഒരു യാത്രയപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പം അതിന് യാതൊരുവിധ ഭംഗവും ഇല്ലാത്ത രീതിയിലുള്ള പൂജകളും കർമ്മങ്ങളും പ്രാർത്ഥനകളും നിർവഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവരും ചേർന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും കൂടെ. ഞങ്ങൾ എല്ലാത്തിനും പോയിരുന്നു, എല്ലാത്തിനും പങ്കെടുത്തതാണ്. ക്യാമ്പുകളിലും അറിയാവുന്ന ആളുകളൊക്കെ അറിയാവുന്നവർ ബന്ധുക്കാരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. നല്ല അറിയുന്നവർ ബോഡി കണ്ടെത്തിയവരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ടായിരുന്നു. ഇതാണ് അവർ നിലവിളക്കും പുഷ്പങ്ങളും വാഴയിലുമൊക്കെ എത്തിയിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരു വശത്ത് കാണാം. എന്നാൽ മറുവശത്ത് കാണാൻ കഴിയുന്നത് ഈ തലയിൽ കെട്ടുമൊക്കെയായി ഇസ്ലാം മതവിശ്വാസികളായ ആളുകളും സമയം കഴിയാതെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ മതത്തിലുമുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു രീതിയിൽ തന്നെയല്ലേ സർവ്വമത പ്രാർത്ഥന എല്ലാവരുടെയും? തീർച്ചയായും മനുഷ്യർക്കിടയിലുള്ള വിഭാഗീയത ഇല്ല എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. നമ്മൾ മനുഷ്യർ പരസ്പരം വെറുതെ കലഹിക്കുന്നു, വെറുതെ വിദ്വേഷം പുലർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വ്യത്യസ്ത വിശ്വാസങ്ങളും ആശയങ്ങളും വച്ചു പുലർത്തുന്നതോടുകൂടെ തന്നെ സ്നേഹിച്ചും സൗഹാർദ്ദത്തോടും ജീവിക്കാനുള്ള സന്ദേശമാണ് ദൈവം മനുഷ്യനോട് നൽകുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നതും അതാണ്. എല്ലാവരുടെയും ആളുകളാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. അതാണ് അവരും പറയുന്നത്. കാരണം മറുവശത്ത് ഈ നിലവിളക്കുമായി കാത്തിരിക്കുന്നവർ, മറുവശത്ത് ഈ മറ്റ് ഇസ്ലാം മതവിശ്വാസികളുമായി കാത്തിരിക്കുന്നവരെല്ലാം ഉറക്കെ പറയുന്ന ഒറ്റ കാര്യമാണ്, എല്ലാം ഒന്നാണ്. ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷനും ഉത്തരവും വന്നിട്ടില്ല. ഇപ്പം അവിടെ പഞ്ചായത്തിൽ അതിന്റെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ബോഡിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള അവസാന ഘട്ടത്തിലുള്ള ഉത്തരവിൽ റവന്യൂ മിനിസ്റ്റർ പത്രസമ്മേളനം നടത്തി 8 എന്ന് പറയുന്നുണ്ട്. എത്ര ബോഡിയാണ് ഇങ്ങനെ ഇത് മറവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. പഞ്ചായത്തിന് ഇതുവരെ എത്ര ബോഡിയാണ് ഇവിടെ മറവ് ചെയ്യേണ്ടത്, ഇന്നെത്രയാണ് മറവ് ചെയ്യേണ്ടതെന്നുള്ള ഉത്തരവ് ഇതുവരെ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. കൂടുതൽ കുഴികൾ രാവിലെ പറഞ്ഞ കണക്കിന് ഇന്നലെ സർവകക്ഷി യോഗത്തിലുണ്ടായ തീരുമാനം 27 മൃതശരീരങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് മറവ് ചെയ്യാനുള്ള സർവകക്ഷി യോഗമാണ് ഇന്നലെ ചേർന്ന് മതനേതാക്കളൊക്കെ പാടെ ഉൾപ്പെട്ടിട്ട് അന്ന് ആ 27 മൃതശരീരങ്ങൾ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇന്ന് രാവിലെ വന്നതിന് ശേഷം പഞ്ചായത്ത് റവന്യൂ അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ആ 27 30 കുഴികൾ വരെ ഞങ്ങളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്ത് അധികൃതർ മറവ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഉച്ച മുതൽ ഇത് ക്ലിയർ ആക്കി വെച്ചതാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിനോട് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഇത് എടുക്കാനുള്ള ഉത്തരവിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് വെയിറ്റ് ചെയ്താണ്. അത് എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് ഇവിടെ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ മൃതശരീരങ്ങൾ കൊടുന്ന് അത് സർവമത പ്രാർത്ഥനയ്ക്കുള്ള പന്തലടക്കം അതിനുള്ള ടേബിൾ അടക്കം ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് എത്ര മൃതശരീരങ്ങളാണ് കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവ് പഞ്ചായത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് കാത്തു നിൽക്കുകയാണ്. കുഴി കുറച്ച് മിച്ചം വന്നാൽ മഴയൊക്കെയാണ് വെള്ളം. അല്ല, കാലാവസ്ഥ മാറി വരുന്നുണ്ട്. ഇതുവരെ നല്ല കാലാവസ്ഥയിൽ മഴ പെയ്താൽ എടുത്തു വെച്ച കുഴികളും വെള്ളം നിറയുന്ന ഒരു ഭീഷണി അത് വേറെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലപാട് തന്നെയാണ്. പക്ഷെ നമ്മൾ പഞ്ചായത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പഞ്ചായത്ത് അതേപോലെ നിർവഹിച്ചിട്ടുണ്ട്. എത്രയാണോ അവിടുത്തെ എല്ലാ ഭൗതിക ശരീരങ്ങളും വന്നാലും അത് ഇവിടെ സംസ്കരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് പഞ്ചായത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കുഴികൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. പഞ്ചായത്തിനെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതുവരെ അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള യാതൊരു വിവരവും പഞ്ചായത്ത് ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല.
എന്തായാലും ക്രമീകരണങ്ങളൊക്കെ തയ്യാറായി. നമ്മൾ നേരത്തെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു പന്തൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇത്തരമൊരു പന്തൽ നിർമ്മിച്ചത്. ആളുകളൊക്കെ ഇപ്പോഴും ആ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ഇവിടെ വിശദമായി തന്നെ ഈ മേശകളടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മൃതശരീരങ്ങൾ എത്തുമ്പോൾ അതിവിടെ പൊതുദർശനത്തിനായി ആദ്യം വെക്കും. ഒപ്പം സർവ്വമത പ്രാർത്ഥനയുമുണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള ആളുകളും ഈ മതപുരോഹിതരും ഒക്കെ ഇവിടെ ഇതിനകം തന്നെ എത്തിച്ചേർന്നു. അവരോടൊക്കെ നമ്മൾ നേരത്തെ സംസാരിക്കുകയും ചെയ്തു. ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഒരു എത്ര മൃതദേഹങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അധികൃതർ കൃത്യമായി ഇക്കാര്യം പഞ്ചായത്തിനോട് പറഞ്ഞിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് മുമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ പറയുകയും ചെയ്തു. എന്തായാലും 30-നടുത്ത് കുഴികൾ ഇതിനകം തയ്യാറാണ്. ബാക്കി ചടങ്ങുകൾക്കുള്ള എല്ലാ ക്രമീകരണവും തയ്യാറാണ്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിക്രമവും ഈ എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ള അറിയിപ്പും മൃതശരീരങ്ങൾ ആംബുലൻസിൽ ഇവിടേക്ക് അയക്കുകയും മാത്രമാണ് വേണ്ടത്.